എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഓവനും ബീറ്ററും കുക്കറും ഒന്നും വേണ്ടാത്ത അടിപൊളിയായിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ നമ്മളിന്ന് ബേക്ക് ചെയ്തിട്ടല്ല ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്, പകരം നമ്മൾ ആവിയിൽ വേവിച്ചിട്ടാണ്. അപ്പോൾ ആവിയിൽ വേവിച്ചെടുത്ത കേക്കിൻ്റെ ടെക്സ്ചർ കിട്ടില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യുന്ന അതേ ടെക്സ്ചറിലും ടേസ്റ്റിലും നമുക്ക് ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഈസിയാണ്, വെറും കൈ കൊണ്ടാണ് നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 200 ml, അതായത് ഒരു ചെറിയ കപ്പിന് മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് കപ്പാണോ എടുക്കുന്നത് അതനുസരിച്ചിട്ട് ബാക്കിയെല്ലാം അളന്നെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കൊക്കോ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് വാനില കേക്കും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ കൊക്കോ പൗഡറിൽ കട്ടകളൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. ഇവിടെ ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഈ ഒരു കേക്കിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഒരുപാട് കൂടിപ്പോകരുത്, ഒരു നുള്ള് മതിയാകും. ഇനി നമ്മൾ ഈ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകിൽ അരിച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മൈദയുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് കേക്കിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ചോക്ലേറ്റ് കേക്കിന് നല്ലൊരു കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കോഫി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു മിക്സ് നമ്മൾ ചൂടോടെ തന്നെയാണ് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ 2 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം കൊക്കോ പൗഡറും കോഫിയൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 100 ml പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 കപ്പാണ്, ഏകദേശം 1/4 കപ്പ് വരും. അപ്പോൾ നിങ്ങൾക്ക് മധുരം അനുസരിച്ചിട്ട് കൂട്ട് കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഈ ഒരു പഞ്ചസാര നന്നായിട്ട് അലിയുന്നത് വരെ ഇതൊന്ന് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ഒന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 50 ഗ്രാം വെണ്ണ ഉരുക്കിയതാണ്, അത് ചേർത്ത് കൊടുത്തു. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 100 ml വെജിറ്റബിൾ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മൈദയും കൊക്കോ പൗഡറും കൂടിയുള്ള കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കട്ട കെട്ടാതെ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ കോഫിയുടെ മിക്സ് ഇതിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് കോഫി പൗഡറിൽ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൂം ടെമ്പറേച്ചറിലുള്ള പാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ അത്യാവശ്യം നല്ലൊരു ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കേക്ക് ടീനിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ കേക്ക് ടീനൊന്നും വേണമെന്നില്ല, നമ്മുടെ കയ്യിൽ സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ നമ്മൾ ടിഫിൻ ബോക്സോ അങ്ങനെ എന്തായാലും മതി. അപ്പോൾ അതിൽ പേപ്പർ ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എണ്ണ ഒന്ന് തടവി എടുത്താൽ മതിയാകും. അപ്പോൾ ഏത് പാത്രമാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ ഒരു ചെറിയ കേക്ക് ടീൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാനിത് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക, എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതിൻ്റെ പുറത്തായിട്ട് കുറച്ച് ബദാമിൻ്റെ ഫ്ലേക്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതിയാകും. ഈ ഒരു കേക്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം, ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ടിന്ന് ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിത് ആവിയിലാണ് വെക്കുന്നത്, അപ്പോൾ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു ഇഡ്ഡലി കുട്ടകത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇഡ്ഡലിയുടെ തട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ തട്ട് ഞാൻ കമത്തിയാണ് വെക്കുന്നത്, കാരണം അതിൻ്റെ നടുക്കായിട്ടൊരു പ്രൊജക്ഷനുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കേക്കിൻ്റെ പാത്രം വെക്കാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ കമത്തിയിട്ട് കൊടുത്തു. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ടിന്ന് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം.
അപ്പോൾ ഞാനിവിടെ മീഡിയം ഹൈയിലാണ് ഈ ഒരു തീ വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ ഒരു കേക്ക് തയ്യാറാകാൻ വേണ്ടിയിട്ട് 50 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ വേണം. അപ്പോൾ നമുക്കിതുപോലെ ആവിയിൽ വെക്കുന്നതിന് പകരം നമുക്കിത് ഓവനിലും ചെയ്തെടുക്കാവുന്നതാണ്. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് മതിയാകും ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കാൻ. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് ബേക്കായി വന്നു നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അലുമിനിയം ഫോയിലൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം കേക്ക് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മുകൾ ഭാഗവും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് ഇത് വെന്തോന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ടൂത്ത് പിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്തെടുക്കാം. ഇത് ഓവനിൽ ചെയ്തതല്ലെന്ന് ആരും പറയില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടെക്സ്ചറിലുള്ള കേക്കാണ്. അപ്പോൾ ക്രിസ്മസിന് ഓവൻ ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ നമ്മൾ കുക്കറിലൊക്കെ കേക്ക് തയ്യാറാക്കുമ്പോൾ നമ്മുടെ കുക്കറൊക്കെ ചീത്തയായി പോകും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാം ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് മുകളിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ ഒക്കെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒഴിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂട്ടെല്ല സ്പ്രെഡ് ചെയ്യാം. അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം വെക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ ഇത് പ്ലെയിൻ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ടെക്സ്ചറൊക്കെ നല്ല കേക്കിൻ്റെ പോലെ തന്നെയാണ്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കുമാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ കേക്കിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്